ഹായ് ഡിയാസ്, അസ്സാമു അലൈക്കും. ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞാൻ മോളെ റെഡിയാക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മോളെ എല്ലാവർക്കും ഒന്ന് ഹായ് പറഞ്ഞേ. അവൾ ഹായ് പറയുന്ന ടൈപ്പല്ല കേട്ടോ, അവൾക്ക് ഉറക്കം വരുന്നുണ്ട്, എൻ്റെ ഒരു ഇത് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവളെ റെഡിയാക്കാം, നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഒന്ന് ഹായ് പറയോ. ആ, അത് ഹൈ ആയിട്ട് കൂട്ടിക്കോ കേട്ടോ. അപ്പോൾ മോൾക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഈ സെബാമെഡിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ സോപ്പായാലും പൗഡർ ആയാലും ക്രീമും സെബാമെഡാണ്. അധികമൊന്നും യൂസ് ചെയ്യാറില്ല, മുഖത്ത് മാത്രം ഒന്ന് ഇടാറുള്ളൂ. ഓക്കെ, പിന്നെ കാലിലൊക്കെ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ മോളെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ക്രീം ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത അവിടെ മൂക്കിലിടുന്നതാണ്. മൂക്കിലിട്ടാൽ പിന്നെ അവൾ വയലുണ്ടാവും. അപ്പോൾ ഞാൻ ക്രീമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് കരി എഴുതാൻ വേണ്ടി പോവാണ്. കരി എഴുതാൻ വേണ്ടി ഞാൻ പ്ലേസ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. കട്ടിൽ കടുത്തിട്ട് അവൾ കോപ്പറേറ്റ് ചെയ്യുന്നില്ല, അവൾ സ്റ്റാൻഡൊക്കെ പിടിച്ച് തറയിടുക. അപ്പോൾ ഞാൻ ഇവളെ ടേബിളിലോട്ട് കിടത്തി ഞാൻ കാജലിൻ്റെ നാച്ചുറലായിട്ടുള്ള ആയുർവേദിക്കായിട്ടുള്ള കരിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കരി എഴുതി കൊടുക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ ഒന്നുമല്ല, അല്ല ഉറങ്ങുമ്പോഴൊക്കെ എഴുതി കൊടുക്കും. ഇവിടെ പോവുകയാണെങ്കിൽ ഉണർന്നിരുന്നാലും ഞാൻ ഇങ്ങനെ പിടിച്ച് എഴുതാറുണ്ട്. ലെഫ്റ്റ് എഴുതാൻ വലിയ പാടില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ അത് എഴുപ്പിക്കും. റൈറ്റ് എഴുതുമ്പോഴാണ് എൻ്റെ കൺട്രോൾ പോകുന്നത്. ഒട്ടും സമ്മതിക്കാറില്ല റൈറ്റ്. ഞാൻ എഴുതി കാണിച്ചു തരാം കേട്ടോ. പകുതി എത്തുമ്പോഴത്തേക്ക് അവൾ മുഖം വെട്ടിക്കും. അപ്പോൾ മുകളിലോട്ട് പോകും. അപ്പോൾ ഇല്ല ചൈനക്കാരുടെ പിരിവും പോലെയൊക്കെ ആവും. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കും. എനിക്ക് കരി എഴുതുന്നതാണ് ഇഷ്ടം, എപ്പോഴും കരി എഴുതി സുന്ദരിയായിട്ടിരിക്കാൻ. അപ്പോൾ കരി എഴുതി കൊടുക്കുകയാണ് കേട്ടോ. റൈറ്റ് ഞാനൊരു വിധമൊക്കെ ഒപ്പിച്ചെടുത്തു. ഞാനൊരു പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട്, അതാണ് എൻ്റെ ഷാലൊക്കെ പിടിക്കുന്നുണ്ട് പാട്ടൊക്കെ കേട്ടിട്ട്. പിന്നെ എൻ്റെ മോടെ കുഞ്ഞ് കവിളിൽ 3 കുത്ത്. പിന്നെ ഞാനിങ്ങനെയെങ്കിലും അത് പിടിച്ച് ഞാൻ കണ്ണിൽ വാലും കണ്ണും എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് ഇച്ചിരി ടാസ്ക് ആയിരുന്നു കാണിക്കാൻ, അതുകൊണ്ട് ഞാൻ കാണിക്കാഞ്ഞേ. എന്നിട്ട് പൗഡറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കണ്ണിലൊക്കെ ഊതുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഉടുപ്പിടാനായിട്ട് എടുക്കുകയാണ്. അതാണ്ട് ഈ റെഡ് കളർ ഫ്രോക്കാണ് ആദ്യം. ഇതെൻ്റെ ഒരു ബ്രദർ അവൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ആദ്യം വർക്കൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫ്രോക്കാണ്. പിന്നെ അതാണ്ട് ഈ ഒരു ബ്ലാക്ക്, ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഈ ഫ്ലോറൽ വർക്കൊക്കെ കാണുന്ന നല്ല അടിപൊളി ഫ്രോക്കാണത്. ഇത് രണ്ടാണ് ഞാൻ എടുത്തത്. ഞാൻ രണ്ടൊന്നും ഇട്ട് കാണിക്കാം മോളെ. ഓക്കെ, ഫസ്റ്റ് ഞാൻ ആ റെഡ് ഒന്ന് ഇട്ട് കാണിക്കാം. അപ്പോൾ മോളൊന്ന് എണീറ്റിപ്പിച്ചിരുത്താം. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇഷ്ടമാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കണ്ടോ, ഇതാണ് കണ്ണെഴുതിയത് കണ്ടോ. ഇപ്പോഴാണ് നമുക്കുള്ളൊന്ന് കാണാൻ പറ്റിയത്. നമുക്ക് ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഉടുപ്പിട്ട് കൊടുത്ത് കേട്ടോ. അവൾ ഇരുന്നില്ല, അപ്പോൾ ഞാൻ നിങ്ങളെ കിടത്തി കാണിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടൊന്ന് ഷൂ ഇട്ട് കൊടുക്കാം. അവിടെ ഷൂ ഇട്ട് കൊടുക്കാം. അവൾ തന്നെ പൊക്കി കാണിക്കും കേട്ടോ നിങ്ങളെ ഷൂ. ഇട്ട് കഴിഞ്ഞിട്ട് അവളത് വലിച്ചു വരാൻ വേണ്ടി നോക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാനൊരു ഷൂ ഓക്കെ ഇതാണ്ടേ. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. ഞാൻ നിസാമിക്ക് കവിതകൾ ഉറവിട്ടതിവിടം, മസിനവിക്കുറവയം അറബിക്കട്ടിവിടം. തുടുത്ത സൈത്തൂൻ മരത്തിന്റെ കനികളും ജറാതെന്ന കിളികളും ചുടുകാറ്റിനൊലികളും. ഇത് ഞാൻ ബ്ലാക്ക് ഉടുപ്പും കൂടി അവൾക്ക് ഒന്ന് ഇട്ട് കാണിക്കുകയാണ്. ഞാൻ പോയിട്ട് വന്ന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അത് ആദ്യം മൂടിയായിട്ടിരിക്കുന്നത്, പിന്നെ ഊരിക്കൊടുത്തു. കണ്ടേ,
ഊരി കൊടുത്തപ്പോഴാണ് മുഖം ഒന്ന് നോക്കിയത്. ഷൂ എല്ലാം ഊരി അവിടെ പോയി എല്ലാം ഊരിക്കളഞ്ഞപ്പോഴാണ് ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചത്. ഉടുപ്പൊക്കെ ഊരി കൊടുത്തു ഞാൻ. ഓക്കേ, ഓ ടാറ്റാ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം. അപ്പം ടാറ്റാ ടാറ്റ പറയൂ.